വയനാട് ദുരന്തബാധിതരെ സഹായിക്കുവാൻ തൻ്റെ ഹോട്ടൽ ശൃംഖലയിലെ ഒരു ഹോട്ടലിൻ്റെ ഒരു മാസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ് അന്തർദേശീയ ഭക്ഷ്യ കയറ്റുമതി വ്യവസായിയും VKM ഗ്രൂപ്പ് ഉടമയുമായ VK മുരളീധരൻ. ലോക കേരള സഭ അംഗം കൂടിയായ VK മുരളീധരൻ്റെ ഉടമസ്ഥതയിലുള്ള തലയോലപ്പറമ്പ് വൈക്കം റോഡിലെ പുഴയോരം ഫുഡ് കോർട്ടിൻ്റെ ഒരു മാസത്തെ വരുമാനമാണ് ബില്ലുകൾ സഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുവാനായി നൽകുന്നത്. ജൂലൈ 23-ാം തീയതി മുതൽ ഓഗസ്റ്റ് 23-ാം തീയതി വരെയുള്ള വരുമാനമാണ് കൈമാറുന്നത്. അതീവ രുചികരമായ മാംസവിഭവങ്ങൾക്കും സസ്യാഹാരത്തിനും പ്രതിദിനം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ദൂരം കണക്കാക്കാതെ എത്തുന്ന ഭക്ഷണശാലയാണ് പുഴയോരം ഫുഡ് കോർട്ട്. മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് നദിയിൽ നിന്നുള്ള കുളിർ കാറ്റേറ്റിരുന്ന് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുവാനും കുട്ടികൾക്ക് കളിക്കുവാനുള്ള പാർക്കും പുഴയിലൂടെ ഹൗസ് ബോട്ടിൽ സഞ്ചരിക്കുവാനുള്ള സൗകര്യവുമുള്ള പ്രധാന റോഡരികിലുള്ള ഭക്ഷണശാലയായ പുഴയോരം ഫുഡ് കോർട്ടിൽ കഴിഞ്ഞ 23-ാം തീയതി മുതൽ ഇതുവരെ ലഭിച്ചത് 21 ലക്ഷം രൂപയാണ്. പുഴയോരം ഹോട്ടലുകാർ ഇതിനു മുമ്പ് ഇതുപോലെ നല്ല പല കാര്യങ്ങളിലും സംഭാവന ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ ഈ വയനാടിൻ്റെ ദുരിതത്തിൽ അവർ പങ്കെടുക്കുന്നത് വളരെ പ്രശംസയാണ്. ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ VK മുരളീധരൻ ഓടിയെത്തുന്നത് ഇതാദ്യമല്ല. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മുംബൈയിലെ റോയൽ റസോയ് പ്രളയകാലത്ത് ഒരു ദിവസത്തെ വരുമാനം സംഭാവന ചെയ്തിരുന്നു. ജന്മനാടായ മറവൻതുരുത്ത് പഞ്ചായത്തിൽ 15 ലക്ഷം രൂപ ചിലവിൽ ഭക്ഷ്യ കിറ്റുകളും നിത്യോപയോഗ സാധനങ്ങളും അടങ്ങുന്ന കിറ്റുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി ഓർക്കുന്നു. വിദേശത്തും അന്യസംസ്ഥാനത്തുമായി ബിസിനസ് ചെയ്തു വരുന്ന ശ്രീ VK മുരളീധരൻ പിറന്ന നാടിനോടും കേരളത്തോടും കാണിക്കുന്ന ഏറ്റവും വൈകാരികമായ ഒരു പ്രവർത്തനമാണ് നാം ഇന്ന് കാണുന്നത്. അദ്ദേഹം ഏത് കാര്യങ്ങൾ തന്നെ പറഞ്ഞാലും നമ്മുടെ മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ കെട്ടിടം സമുച്ചയം പണിത് ഉയർത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ആധുനിക രീതിയിലുള്ള വായനശാല പണിതു തരികയാണ് ചെയ്തത്. അദ്ദേഹം കോവിഡ് കാലത്തും പ്രളയകാലത്തും നിരവധിയായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പുഴയോരം റെസ്റ്റോറൻറ്റിൻ്റെ ഒരു മാസത്തെ മുഴുവൻ തുകയും വയനാടിനൊരു കൈത്താങ്ങായി സംഭാവന ചെയ്യുന്ന പുഴയോരം ഗ്രൂപ്പിൻ്റെ MD ആയിട്ടുള്ള VK മുരളീധരന് മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഭരണസമിതിയുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മറവൻതുരുത്ത് പഞ്ചായത്തിൽ അഗതികളും നിർധനരുമായവരെ വിവിധ സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും സഹായത്തോടെ തിരഞ്ഞെടുത്ത് എല്ലാ മാസവും പെൻഷൻ നൽകി വരികയാണ് VK മുരളീധരൻ എന്ന് മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും സർവീസ് സഹകരണ സംഘം പ്രസിഡൻറ്റുമായ PV ഹരിക്കുട്ടൻ നന്ദിപൂർവ്വം ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നാട്ടിൽ ഓടിയെത്തി മഹാപ്രളയം 2018 ഉണ്ടായപ്പോഴും അതിനുശേഷം 2019 കോവിഡ് മഹാമാരി കാലത്തും ഈ രണ്ട് സമയത്ത് ഞാൻ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ സമയങ്ങളിലെല്ലാം തന്നെ മറവൻതുരുത്തിന് എപ്പോഴും കൈത്താങ്ങായി അദ്ദേഹം ഓടിയെത്തുമായിരുന്നു. മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാ ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും അവിടെയെല്ലാം സഹായിക്കുന്നതിന് തന്നെ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ സബ് സെൻറ്റർ തുടങ്ങാൻ ഈ അടുത്ത പ്രദേശത്താണ് നമുക്ക് 10 സെൻറ്റ് സ്ഥലം നൽകിയത്. അതുപോലെ നമ്മുടെ പറ്റയുള്ള ഇടവട്ട LP സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും അദ്ദേഹം മുൻപന്തിൽ ഉണ്ടായിരുന്നു. മഹാപ്രളയത്തിലും കോവിഡിൻ്റെ സമയത്തുമൊക്കെ തന്നെ ജനങ്ങൾക്ക് കൈത്താങ്ങായി നിരവധി തവണ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം സഹായിച്ചിട്ടുള്ളതാണ് അദ്ദേഹം. നിർധനരായ ഗ്രാമവാസികൾക്ക് മരുന്നിനുള്ള സഹായങ്ങൾ ചെയ്തു വരുന്ന VK മുരളീധരൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് ആധുനിക നിലവാരത്തിലുള്ള ലൈബ്രറി നിർമ്മിച്ചു നൽകിയതും മറവൻതുരുത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് സബ് സെൻറ്റർ ആരംഭിക്കുന്നതിനായി തൻ്റെ കുടുംബവസ്തുവിൽ നിന്ന് 10 സെൻറ്റ് ഭൂമി സൗജന്യമായി വിട്ടു നൽകിയതും ഏറെ നന്ദിയോടെ സ്മരിക്കുന്നതായി മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KB രമ പറയുന്നു. 10 ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകളുടെ വിഷമസ്ഥിതികൾ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവരൊക്കെ സഹായിക്കുന്ന കാര്യത്തിൽ മുന്നിൽ വരുന്ന ആളാണ്. ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഇവിടുത്തെ PHCക്ക് ഒരു ഹെൽത്ത് സെൻറ്റർ സബ് സെൻറ്റർ പണിയുന്നതിന് വേണ്ടി സ്ഥലം കിട്ടാതെ വന്നപ്പോഴും
അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് 10 സെൻറ്റ് സ്ഥലം അദ്ദേഹം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകി. അങ്ങനെ ഒട്ടനവധി വി കെ മുരളീധരനും VKM ഗ്രൂപ്പും പുഴയോരം ഫുഡ് കോർട്ടിലെ ഒരു മാസക്കാലത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുവാനെടുത്ത തീരുമാനത്തെ അഭിനന്ദിക്കുന്നതായി തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് M. അനിൽകുമാർ പറഞ്ഞു. ശ്രീ VK മുരളീധരൻ പുഴയോരം ഫുഡ് കോർട്ട് എടുത്തിട്ടുള്ള ഒരു നിലപാട് വളരെയധികം സ്വാഗതാർഹമാണ്. എല്ലാവർക്കും ഒരു മാതൃകയാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു മാസത്തെ കളക്ഷൻ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഫുഡ് കോർട്ടിൽ ഉണ്ടാകുന്ന ചിലവ്, ജീവനക്കാരുടെ ശമ്പളം അടക്കം അവിടുത്തെ ബാക്കിയുള്ള ചിലവും കൂടെ കൂടുമ്പോൾ വലിയൊരു തുകയാണ് ഇതിനു വേണ്ടി സംഭാവന ചെയ്യുന്നത് എന്നുള്ളത്. നിരാലംബരായവർക്ക് വേണ്ടി താൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെക്കുന്ന VK മുരളീധരനെ തേടി ലോക കേരള സഭ അംഗത്വത്തിന് പുറമെ നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. സഹജീവികളെ സഹായിക്കുവാനും സമൂഹത്തെ സേവിക്കുവാനും VK മുരളീധരൻ പ്രകടിപ്പിക്കുന്ന മനസ്സും ആത്മാർത്ഥതയും എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുവെന്ന് പ്രമുഖ നിയമജ്ഞൻ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ അഭിപ്രായപ്പെട്ടത് ഒരു വർഷം മുൻപാണ്. 25-ാം തീയതി പുഴയോരം ഫുഡ് കോർട്ടിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ തുക ഏറ്റുവാങ്ങും. ഒരു മാസക്കാലത്തെ വരുമാനം കുറഞ്ഞത് 23 ലക്ഷം രൂപ വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷ. ഒരു മാസക്കാലത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനായി ഭക്ഷ്യസാധനങ്ങൾ തയ്യാറാക്കുന്നതിനും സ്റ്റാഫിൻ്റെ ശമ്പളവുമടക്കം 19 ലക്ഷം രൂപയോളമാണ് ചിലവ് വരുന്നത്. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.